ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോഴേ ഇന്ന് കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. സന്തോഷത്തിന്റെയും കുറേ ഹാപ്പി മൂഡ് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ഹാപ്പിയിലാണ്. എന്താന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ കോഴിക്കോട് വരെ പോവാണ്. ആ കോഴിക്കോട് പോകുന്ന വിശേഷങ്ങൾ പിന്നെ പറഞ്ഞുതരാം. ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ അക്ബർഖാന്റെ ഫ്രണ്ടിന്റെ മോളെ കല്യാണത്തിന് പോവാണ്. നമ്മൾ അയൽവാസിയും കൂടിയാണ്. അപ്പൊ പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു, നമ്മൾ അയൽവാസികൾ മൊത്തത്തിലുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരോടും കുറച്ചു നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് കുറച്ചു നേരം ചിരിച്ചും കളിച്ചും അങ്ങനെ നിന്നതിന് ശേഷം നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നല്ല ചിക്കൻ ബിരിയാണിന്റെ മണം അങ്ങനെ മൂക്കിൽ അടിച്ചു കയറുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കുറെ നേരം സംസാരിക്കാൻ തോന്നിയില്ല. ഫുഡ് കഴിക്കാൻ വേണ്ടി അങ്ങനെ ഇറങ്ങി. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. ചൂടത്ത് ഈ ചിക്കൻ ബിരിയാണി കഴിക്കുമ്പോൾ അതൊരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ വേർത്ത് കുളിച്ചിട്ട് നമ്മൾ ചിക്കൻ ബിരിയാണി ആയതുകൊണ്ട് മാക്സിമം അങ്ങ് തട്ടി വിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കോഴിക്കോടേക്ക് പോവുകയാണ്. കോഴിക്കോട് പോകുന്നതെന്ന് വെച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്താ വെച്ചാല് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ഷോർട്സ് വീഡിയോയില്. എന്താ വെച്ചാല് കൺട്രി വെക്കേഷനെ ഇന്നലെ നമുക്കൊരു പോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ വെച്ചാല് നമ്മള് വയനാട്ടിൽ നിന്ന് എവിടെയോ കുറെ സൂപ്പർ മാർക്കറ്റുകൾ ഉണ്ടല്ലോ വയനാട്ടിലോ, അതുപോലെ എവിടെയോ പോയ സമയത്ത് കോഴിക്കോട്, മലപ്പുറം, മഞ്ചേരി അങ്ങനെയുള്ള ഭാഗത്ത് എവിടുന്നോ ഒരു സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. എന്താന്ന് വെച്ചാല് ഒരു ടൂർ പാക്കേജ് ആണ്, ഫുൾ ഫ്രീ ആയിട്ടുള്ള ഒരു ടൂറ്. എന്താ വെച്ചാല് കൺട്രി വെക്കേഷൻ എന്നാണ് കേട്ടോ ആ കോഡ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ കോഴിക്കോടേക്ക് പോകുന്ന യാത്രയിലാണ്. നല്ല ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ ഒരു വായ ഗുളിക പോലും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടില്ല ഇതുവരെ. ഇതെന്ന് പറഞ്ഞാൽ ലൈഫിൽ ആദ്യമായിട്ടാണ് ഫ്രീ ആയിട്ട്, അതും ഒരുപാട് സ്ഥലത്തേക്ക് ഉണ്ട് കേട്ടോ. കൊൽക്കത്ത, ബോംബെ, പൂനെ അങ്ങനെയുള്ള ഒരുപാട് സ്ഥലത്തേക്ക് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇത് സംഭവം എന്ന് വെച്ചാൽ കോഴിക്കോട് പുതിയറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. പുതിയറ നമ്മളെ ഡോക്ടർ ഷാജീസ് ബിൽഡിങ്ങിലാണ് എന്നാ പറഞ്ഞത്. എന്തായാലും നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. പോയി കഴിഞ്ഞിട്ട് വിശേഷങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നമ്മൾ പോയി കഴിഞ്ഞ സമയത്ത് അതുപോലെ തന്നെ ഒരു ഫാമിലീസ് വന്നിട്ടുണ്ടായിരുന്നു. അവരോട് സംസാരിക്കുന്നുണ്ട്. കാര്യം നമുക്ക് എന്താണെന്ന് അറിയില്ല കേട്ടോ. ശരിക്കും എവിടുന്നാണെന്നോ ഈ ഗിഫ്റ്റ് കിട്ടിയത് എങ്ങനെയാണ്. സത്യം പറഞ്ഞാല് ഗിഫ്റ്റ് ഞങ്ങൾക്ക് നമ്മൾ ഈ കൂപ്പൺ എഴുതിയിടുന്ന സമയത്ത് നമ്മളുള്ള കൽപ്പറ്റ വയനാട്ടിലുള്ള ഒരു സ്ഥലത്ത് നമ്മൾ എഴുതിയിടുന്നുണ്ട്. പക്ഷെ അത് വേറെയുള്ള സംഭവങ്ങൾ ഗിഫ്റ്റുകളൊക്കെയാണ്. പക്ഷെ നമ്മൾ സെലക്ട് ചെയ്ത് എനിക്ക് അവർ പറഞ്ഞിട്ടുള്ളത് ബിൽ സെക്ഷൻ എന്നാണ് കേട്ടോ. ബിൽ സെക്ഷൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ സാധനങ്ങൾ എടുത്തു കഴിയുമ്പോൾ ആ ബിൽ സെക്ഷന് കുറച്ചാളെ തെരഞ്ഞെടുക്കും. അതിൽ ഉള്ള 50 പേരിൽ ഒരാള് നമ്മളാണെന്ന് പറഞ്ഞത് കേട്ടോ. സംഭവം എന്തായാലും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പഠിച്ചതിന് ശേഷം നമ്മൾ ഗിഫ്റ്റ് വൗച്ചർ കൈപ്പറ്റാൻ വേണ്ടി ഉള്ളിലേക്ക് കയറിട്ടോ. പോയി കഴിഞ്ഞപ്പോഴാണ് സംഭവം എനിക്ക് മനസ്സിലായത്. ഇതെന്ന് പറഞ്ഞാല് നമ്മൾ പോയി കഴിഞ്ഞാല് അവര് നമുക്ക് തരുന്ന നമ്മൾ ചൂസ് ചെയ്യുന്ന ആ സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലത്തിലെ പിന്നെ എന്താ റിസോർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്നതിൽ അവർക്ക് ഒരു പ്രൊമോഷൻ എന്നുള്ള ഒരു സംഭവമാണ്. സത്യം പറഞ്ഞാൽ എന്തായാലും നമുക്കും അടിച്ചു മോനെ ഗിഫ്റ്റ് എന്നുള്ള മട്ടില് നമ്മൾ ആ ഗിഫ്റ്റ് വൗച്ചറൊക്കെ വാങ്ങി കൈപ്പറ്റിയിട്ടുണ്ട് കേട്ടോ. എവിടേക്ക് പോകണം എന്നുള്ളത് ഇനി നമ്മൾ തീരുമാനിക്കണം. ഒരു സ്ഥലമാണ് കേട്ടോ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടേക്ക് ഫ്രീ ആണ്, മൊത്തം ഫ്രീ ആണ്. അതായത് യാത്ര, അതുപോലെ നമ്മള് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒക്കെ ഫ്രീ ആണ് കേട്ടോ. എന്തായാലും നമ്മൾ ഹാപ്പി. കൺട്രി വെക്കേഷൻ മറക്കണ്ട, കോള് നിങ്ങൾക്കും വരും, പ്രതീക്ഷിച്ചിരുന്നോളൂ കേട്ടോ. അപ്പൊ എന്തായാലും ആ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ പിന്നെ കടാപ്പുറത്ത് പോകത്തില്ലല്ലോ. അപ്പൊ കടപ്പുറത്ത് പോയി നമ്മളെ കല്ലുമ്മക്കായുള്ള സെക്ഷനിൽ എത്തിയപ്പോ വെറൈറ്റി ആയിട്ടുള്ള നമ്മളെ ഉപ്പ് കടികളൊന്നല്ല കേട്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി കടികളുള്ള ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ പോയത്. എന്തായാലും അതൊക്കെ കഴിച്ച് നമ്മൾ അങ്ങനെ ഹാപ്പി ആയിട്ട് പോവാണ് കേട്ടോ. ഈ കോഴിക്കോട് വന്നാലേ ഈ കോഴിക്കോട് കടപ്പുറത്തിനൊരു പ്രത്യേകത ഉണ്ട് വെച്ചാലേ, എത്ര വട്ടം വന്നു കഴിഞ്ഞാലും നമുക്ക് വീണ്ടും ആ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ കടപ്പുറത്ത് പോകണോ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ പോകണം എന്ന് പോകണ്ടെന്ന് ഇന്ന് വരെ നമുക്ക് പറയാൻ പറ്റിയില്ല കേട്ടോ. പക്ഷെ നമ്മൾ എന്ന് വന്നാലും കോഴിക്കോട് കടപ്പുറത്താണെങ്കിലും കടപ്പുറം എവിടെയാണോ അവിടെയൊക്കെ പോകും. അങ്ങനെ എന്താ നമ്മൾ നല്ല അടിപൊളി കടികളായിരുന്നു കേട്ടോ. എന്തായാലും നമ്മൾ ഇഷ്ടപ്പെട്ടു. കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് വരുന്നത് എന്തിനാന്ന് വെച്ചാൽ കോഴിക്കോടുള്ള കടപ്പുറത്തുള്ള ആ കല്ലുമ്മക്കായ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇന്ന് ആ കല്ലുമ്മക്കായ് അല്ലെങ്കിലും അവിടെയുള്ള കല്ലുമ്മക്കായ് ഞാൻ കഴിച്ച് സന്തോഷമായിട്ട് നമ്മൾ അങ്ങനെ പോരുകയാണ്. സത്യം പറഞ്ഞാലേ ചെറുപ്പം മുതൽ എനിക്ക് യാത്രകളോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എവിടെ എങ്ങനെയായാലും യാത്ര പോവാന്ന് പറഞ്ഞാൽ ഞാൻ ഏത് നട്ടപ്പാതിരൊക്കെ ആണെങ്കിലും ഇറങ്ങി പുറപ്പെടും കേട്ടോ. അങ്ങനെയാണ് കേട്ടോ. സത്യം പറഞ്ഞാല് മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നും നമുക്ക് യാത്രകൾ ചെയ്യുമ്പോൾ. ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അവിടുത്തെ ഭക്ഷണ രീതികൾ, അവിടുത്തെ എന്താ പറയാ ജീവിത രീതികൾ ഒക്കെ അങ്ങനെ അനുഭവിച്ചറിയുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ഇനിയും യാത്രകൾ ചെയ്യാൻ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും പടച്ചോനെ ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ കത്തിയിരുന്നത്. എന്തായാലും
എനിക്ക് വണ്ടിയിൽ ഇരിക്കും തോറും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോകണം കേട്ടോ. ഞാൻ ആ ഒരു ഗിഫ്റ്റിനെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും നമ്മൾ ഹാപ്പിയാണ് കേട്ടോ. പിന്നെ പോരുന്ന വൈകിതാ നമ്മൾ സുഡിയോയിലൊക്കെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത്, സുഡിയോയിലൊക്കെ വെറുതെ ഇങ്ങനെ കയറുക എന്നല്ലാണ്ട് ഒരുപാട് സാധനങ്ങളൊന്നും നമ്മൾ അങ്ങനെ എടുക്കലില്ല കേട്ടോ. എന്നാലും അക്ബർക്കാക്ക് ട്രൗസറും അതുപോലെ തന്നെ മോന് ടീഷർട്ടും മോക്ക് ലിപ്സ്റ്റിക്കും ഒക്കെ വാങ്ങി നമ്മൾ സുഡിയോ എന്ന് പറയുക ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് കേട്ടോ. സുഡിയോയിൽ നമ്മളെ വയനാട്ടിലും ഉണ്ട് സുഡിയോ ബത്തേരി, അവിടുന്ന് നമ്മൾ സാധനങ്ങൾ എടുക്കാറുണ്ട്. അടിപൊളി സാധനങ്ങളാണ് കേട്ടോ. എന്തായാലും ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നമ്മൾ എവിടെയായാലും എടുത്താലും കുഴപ്പമില്ല, റേറ്റും ചീപ്പ് റേറ്റിൽ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. ജീൻസ് ഒക്കെ അടിപൊളി സാധനം സ്റ്റുഡിയോയിലുണ്ട് കേട്ടോ. അങ്ങനെ അവിടുന്ന് അതൊക്കെ വാങ്ങി ഞങ്ങൾ അങ്ങനെ പോന്ന്. പിന്നെ ഇതാ രാത്രിയായി കഴിഞ്ഞ സമയത്ത് നമ്മളെ തമലശ്ശേരി ചുരം ഏകദേശം ബ്ലോക്കായി തുടങ്ങും എന്ന് തോന്നിയതുകൊണ്ട് നമ്മുടെ വഴിയിൽ നിന്ന് തട്ടുകടയിൽ കയറി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ പോരാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നവര് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത്. അപ്പൊ ബൈ ബൈ, സീ യു.